Today we are going to discuss about the minimal cover. Last class in the ബാക്കി എന്നുള്ള രീതിയിൽ ഫങ്ഷണൽ ഡിപെൻഡൻസി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അപ്പോൾ കുറേ ഫങ്ഷണൽ ഡിപെൻഡൻസിയിൽ കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. 1000 ഫങ്ഷണൽ ഡിപെൻഡൻസിയുള്ള ഒരു സെറ്റും 500 ഫങ്ഷണൽ ഡിപെൻഡൻസിയുള്ള വേറൊരു സെറ്റും ഉണ്ടെങ്കിൽ if both of them are equivalent, we will prefer the second one with 500 functional dependencies. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ DBMSന് കുറച്ച് സമയം മാത്രമേ വേണ്ടി വരൂ. ദെൻ ദാറ്റ് ഈസ് an optimized one also. പക്ഷേ അത് രണ്ടും ഈക്വലൻ്റ് ആയിരിക്കണം. സോ ഇൻ ദ സെയിം കൺസെപ്റ്റ് നമുക്ക് if we have a big functional dependency, now if we can reduce that one into small one, that will be a favor for us, or that will be a favor for the companies and other kind of enterprise. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 1000 എണ്ണമുള്ള ഒരു ഫങ്ഷണൽ ഡിപെൻഡൻസി ഓർ 1000 or 10,000 or എനിത്തിങ് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെത് റെഡ്യൂസ്ഡ് സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റണം. സോ ദാറ്റ് കൺസെപ്റ്റ് ഈസ് കംസ് അണ്ടർ ദ മിനിമൽ കവർ. അപ്പോൾ മിനിമൽ കവർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിനിമൽ സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപെൻഡൻസീസ്. Now we have to know how to find the minimal cover of a set of functional dependencies. അപ്പോൾ അതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് there are 3 steps basically for finding the minimal cover. അപ്പോൾ അതിന് മുൻപേ if you have a set of functional dependencies, it must process some properties. അങ്ങനെ പ്രോപ്പർട്ടീസ് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിൻ്റെ മിനിമൽ കവർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ 3 പ്രോപ്പർട്ടീസാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. Every dependency in F has a single attributes for its right hand side. That means X gives A. At least ഒരു ഇതെങ്കിലും right hand side ഉണ്ടായിരിക്കണം. Then we cannot replace any dependency F gives A in F with dependency Y gives A, where Y is a proper subset of X and still have a set of function dependencies that is equivalent to E. Then we cannot remove any dependencies from F and still have a set of dependencies that is equivalent to E. അപ്പോൾ ഈ 3 കണ്ടീഷനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം there actually is a 3-step algorithm or 4-step algorithm for finding the minimal cover. This one you have to study. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ there is a functional dependency set called F with a number of functional dependencies E. അപ്പോൾ നമ്മൾ ആദ്യം ഇനീഷ്യലി അതിനെ സെറ്റ് F equal to E സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം വി ആർ ഗോയിങ് ഫോർ എ 3-step പ്രോസസ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് നോക്കുന്നതിന് മുൻപേ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് വിത്ത് സം കൈൻഡ് ഓഫ് എക്സാമ്പിൾസ് പഠിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈസിയർ. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ നോക്കാം. യു കൻ സീ ഫൈൻഡിങ് ദ മിനിമൽ കവർ. there are mainly 3 steps. അപ്പോൾ ഇതിൽ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റെപ്പാണ് നമ്മൾ എളുപ്പത്തിൽ പറയാൻ പോകുന്നത്. സോ അതിൽ സെക്കൻഡ് സ്റ്റെപ്പ് ദാറ്റ് ഈസ് ഹിയർ ദ സ്റ്റെപ്പ് 1, മേക്ക് ആർച്ചസ് ഓഫ് ഈച്ച് എഫ് ഡി ആസ് കൺസിസ്റ്റിംഗ് ഓഫ് സിംഗിൾ ആട്രിബ്യൂട്ട് ഓൺലി. ആൻഡ് ഹിയർ ദ സ്റ്റെപ്പ് 2 ഈസ് റിമൂവ് ദ റിഡൻഡന്റ് ആട്രിബ്യൂട്ട് പ്രസൻറ്റ് ഇൻ LHS ആൻഡ് ഈച്ച് എഫ് ഡി. ആൻഡ് സ്റ്റെപ്പ് 3 ഈസ് റിമൂവ് ദ റിഡൻഡന്റ് എഫ് ഡിസ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കണം. മിനിമൽ കവറിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. F1 എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ ഡിപെൻഡൻസി സെറ്റ് കാണാം. ദെൻ സിമിലർലി F2 കാണാം. അപ്പോൾ F1ൽ 3 ഫങ്ഷൻ ഡിപെൻഡൻസീസ് A gives B, B gives C and A gives C. F2 A gives B and B gives C. അപ്പോൾ ഇത് കണ്ടതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് വൺ ഈസ് ദ മിനിമൽ സെറ്റ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഫങ്ഷൻ ഡിപെൻഡൻസിയിൽ A gives C is a redundant one. എന്തുകൊണ്ട് A gives B, you know, and B gives C. So using the transitivity rule we can infer a new function dependency A gives C. A gives B or B gives C ഉണ്ടെങ്കിൽ we can get A gives C. So അത് indirectly will get. So അപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ഒഴിവാക്കാം. സോ F2 would be the minimal set among this 2 functional dependency set. അപ്പോൾ ഇനി നമ്മൾ how to find the minimal cover എന്നുള്ളതിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ സ്റ്റെപ്പ്
2. സ്റ്റെപ്പ് 2 പറയുന്നത് make arches of each FD as consisting of single attribute only. അതിൻ്റെ എക്സാമ്പിളാണിത്. A gives B C D. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, A gives B, A gives C, A gives D എന്ന് എഴുതാം. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ if it is a combination, you just break down that into individual attributes. A gives B, A gives C, and A gives D. Now the next step is remove the redundant attributes present in LHS of each FDs. Example നോക്കുക. Step 2 you can see two functional dependencies, AB gives C and B gives C. So ആ കേസിൽ ഇങ്ങനെ വരികയാണെങ്കിൽ you can see AB can give C and B can give C. So B is a redundant term. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബീനെ അവോയ്ഡ് ചെയ്യാം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ആട്രിബ്യൂട്ട് ബീനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ വരും, ആദ്യത്തെ ട്രാൻസാക്ഷനിലെ ബീനെ നമ്മൾ എടുത്തു കളയും. അങ്ങനെ വരുമ്പോൾ that is A gives C and B gives C. ഇനി രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് 2 തന്നെ അടുത്ത എക്സാമ്പിൾ, there is a transaction A B gives C and another one A gives B. അപ്പോൾ അങ്ങനെ വരുമ്പോൾ you can see A gives B, the second one, that is present in the left hand side of first transaction. AB gives C. അങ്ങനത്തെ കേസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആട്രിബ്യൂട്ട് ബീനെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് സ്റ്റെപ്പ് 2 നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. ഒരു ആട്രിബ്യൂട്ട് റിഡൻഡൻ്റ് ആണെങ്കിൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഒരു ആട്രിബ്യൂട്ട് റിഡൻഡൻ്റ് ആണെങ്കിൽ നമുക്കതിനെ ഒഴിവാക്കാം. ആദ്യത്തെ എക്സാമ്പിളിൽ ബി ഈസ് ദ റിഡൻഡൻ്റ് ടേം, അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കി. രണ്ടാമത്തെ കേസിലും ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ ഗിവ്സ് ബി, എ ഗിവ്സ് ബി ഉള്ളത് കൊണ്ട് ആ ബി റിഡൻഡൻ്റ് ആണ്. അപ്പോൾ ആ ബീനെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പം ഈ ട്രാൻസാക്ഷൻ എന്തായി മാറും, എ ഗിവ്സ് സി ആൻഡ് എ ഗിവ്സ് ബി. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള റിഡൻഡൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടിനെ പറ്റിയാണ്. നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിമൂവ് ദ റിഡൻഡൻറ്റ് FDs. അപ്പോൾ റിഡൻഡൻ്റ് ആയിട്ട് ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി A gives B, B gives C, A gives C. അപ്പം ട്രാൻസിറ്റിവിറ്റി പ്രകാരം A gives C can be inferred automatically, so we don't need to explicitly specify that. അപ്പോൾ അതിന് നമുക്ക് എന്ത് എഴുതാം, A gives B and B gives C എന്ന് എഴുതാം. അങ്ങനെയാണ് ഈ 3 സ്റ്റെപ്പുകൾ. ആദ്യത്തെ സ്റ്റെപ്പിൽ അറ്റോമിക് ആട്രിബ്യൂട്ട് ആക്കി മാറ്റുക. സ്റ്റെപ്പ് 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള റിഡൻഡൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടിനെ ഒഴിവാക്കുക. സ്റ്റെപ്പ് 3 നമ്മൾ ചെയ്യേണ്ടത് റിഡൻഡൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയെ തന്നെ ഒഴിവാക്കുക. സോ ദീസ് 3 ആർ ദ സ്റ്റെപ്സ് ടു റെഡ്യൂസ് ദ ഓർ ഫൈൻഡ് ദ മിനിമൽ കവർ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അൽഗോരിതത്തിലേക്ക് വരിക. നൗ ഇറ്റ് വിൽ ബി ക്വൈറ്റ് ഈസിയർ. അപ്പോൾ അൽഗോരിതത്തിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ് 1. ഒരു നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മളിപ്പോൾ നോട്ടിൽ കണ്ട സ്റ്റെപ്പ് 1, 2, 3 ഇതിൽ സ്റ്റെപ്പ് 2, 3, 4 ആയിട്ടാണ് വരിക. അപ്പോൾ സ്റ്റെപ്പ് 2 ദാറ്റ് ഈസ് ഈക്വലൻ ടു അവർ സ്റ്റെപ്പ് 1 ഇൻ ദ ഏർലിയർ ഡിസ്കസ് അൽഗോരിതം. ഇതിൽ നിങ്ങൾ നോക്കുക, റീപ്ലേസ് ഈച്ച് ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി എക്സ് ഗീവ്സ് A1, A2 എക്സെട്ര AN in F by the function dependencies x gives A1, x gives A2 and x gives up to x gives AN. അപ്പോൾ അറ്റോമിക്കായി അതിനെ മാറ്റി. ക്ലിയർ? റൈറ്റ് ഹാൻഡ് സൈഡിൽ കുറേ ടേംസ് ഉണ്ടെങ്കിൽ അതിന് ഓരോന്ന് ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷനായിട്ട് നമ്മൾ എഴുതുന്നു. അതാണ് സ്റ്റെപ്പ് 2 പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി സ്റ്റെപ്പ് 3 വരികയാണെങ്കിൽ ഫോർ ഈച്ച് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് ഗീവ്സ് A in F, അതായത് എക്സ് ഗീവ്സ് A എന്ന് പറയുന്ന ഒരു ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എഫിൽ ഉണ്ടെങ്കിൽ ഫോർ ഈച്ച് ആട്രിബ്യൂട്ട് ബി ദാറ്റ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എക്സ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സിലുള്ള ഒരു ആട്രിബ്യൂട്ടാണ് ബി. ക്ലിയർ? അതായത് എക്സിലുള്ള ഒരു ആട്രിബ്യൂട്ടാണ് ബി. അങ്ങനെയാണെങ്കിൽ ഇഫ് എഫ് മൈനസ് എക്സ് ഗീവ്സ് എ, അതായത് ടോട്ടൽ സെറ്റിൽ നിന്നും ആ എക്സ് ഗീവ്സ് എ എന്നുള്ള ട്രാൻസാക്ഷൻ ഒഴിവാക്കി ആൽ അതിൻ്റെ യൂണിയൻ എക്സ് മൈനസ് ബി ഗീവ്സ് എ, അതായത് എക്സ് ഗീവ്സ് എയും എക്സ് മൈനസ് ബി ഗീവ്സ് എയും യൂണിയൻ ചെയ്തിട്ട് അത് എഫിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ദാറ്റ് ഈസ് ഈക്വലൻസ് ടു എഫ് ആണെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാം, then replace x gives a with x minus b gives a. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് അത് പറയുന്നത്. this one ab gives c. അപ്പം എക്സ് എന്ന് പറയുന്നത് എ ബി ആണ്. ഇനിയിപ്പം എക്സ് മൈനസ് ബി എന്ന് പറയുന്നത് ദിസ് വൺ ബി ഗിവ്സ് സി. അപ്പം യു ക്യാൻ സേ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സ് ആൻഡ് എക്സ് മൈനസ് ബി അങ്ങനെ രണ്ടും ഈക്വലായി വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ബീനെ എക്സ് മൈനസ് എക്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ബീനെ എ ബീൻ്റെ അകത്തുനിന്ന് ബീനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം എ ഗിവ്സ് സി. അപ്പോൾ അതാണ് മറ്റേ ആട്രിബ്യൂട്ട്, റിഡൻഡൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഫോർത്ത് വൺ, ഫോർ ഈച്ച് റിമൈനിങ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് ഗിവ്സ് എ ഇൻ എഫ് ഇഫ് എഫ് മൈനസ് എക്സ് ഗിവ്സ് എ ഈസ് ഈക്വലൻസ് ടു എഫ്. അതായത് ഒരു റിഡൻഡൻസി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ദ സെയിം എഫിൻ്റെ എഫക്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റിഡൻഡൻസിയെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത്. So this is a very important algorithm in the aspects of database management optimization and your exam point of view also. So we need to go for some examples. Example 1. Given an f functional set of functional dependencies with 1, 2, 3, 4 functional dependencies inside. A gives bc, b gives c, a gives b, ab gives c. So this one is ab. അപ്പം ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, we need to find the set of or minimal cover for this f that should be equivalent to f. Clear? അപ്പോൾ സ്റ്റെപ്പ് 1 എന്തായിരുന്നു പറഞ്ഞത്, we need to find the atomic terms. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ട്രാൻസിഷനാണ് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്. There should be some kind of confusion. A gives BC ഉണ്ട്, അതേപോലെ AB gives C ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതിനെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്പിൾ ടേംസ് ഉള്ളത് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഡോണ്ട് ഗോ ഫോർ AB gives C. അപ്പോൾ A gives Cനെ ബി സിനെ എന്ത് ചെയ്യാം, അറ്റോമിക്കായിട്ട് മാറ്റാം. ദാറ്റ് വിൽ ബിക്കം A gives B and A gives C. A gives B and A gives C. അത് മാത്രമേ നമ്മൾ അറ്റോമിക് ആക്കേണ്ടുള്ളൂ ആസ് പെർ ദ സ്റ്റെപ്പ് 1. The remaining write it down. B gives C വരും, A gives B വരും, AB gives C വരും. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 1 കഴിയുമ്പോൾ. സോ ദ നമ്പർ ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് can increase to 5 from 4. Now go to the step 2. സ്റ്റെപ്പ് 2ൽ പറയുന്നത് എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള റിഡൻഡൻ്റ് ആയുള്ള ആട്രിബ്യൂട്ടിനെ ഒഴിവാക്കണം. അപ്പോൾ ആ കേസ് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട് ഉള്ളത് എവിടെ മാത്രമാണ്, എ ബി ഗിവ്സ് സി. അപ്പോൾ അതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ എ ബി ഗിവ്സ് സി യുമായി റിലേറ്റഡിങ് ആയിട്ടുള്ള എനിത്തിങ് യു ക്യാൻ സി ഹിയർ. വി ക്യാൻ കൺസിഡർ ബോത്ത് എ ഗിവ്സ് ബിയും കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ബി ഗിവ്സ് സിയും കൺസിഡർ ചെയ്യാം. ഇത് രണ്ടും എന്താണ്, റിലേറ്റഡ് ടു എ ബി ഗിവ്സ് സി ആണ്. നൗ ഐ ആം കൺസിഡറിങ് ബി ഗിവ്സ് സി. അങ്ങനെ വരികയാണെങ്കിൽ now I am considering A gives B. അങ്ങനെ വരികയാണെങ്കിൽ B, A gives B and A B gives C. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ B is a redundant attribute. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ഈ ബീനെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതെന്ത് വരും, A gives B, A gives C, B gives C, A gives B and A gives C. So this is step 2. Now സ്റ്റെപ്പ് 3ലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തു നിന്നുള്ള റിഡൻഡൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസിനെ ഒഴിവാക്കാം. സോ യു ക്യാൻ സീ ദ ഡ്യൂപ്ലിക്കേഷൻ. എ ഗിവ്സ് സി 2 ടൈംസ് വരുന്നുണ്ട്, ബി ഗിവ്സ് സി 2 ടൈംസ് വരുന്നുണ്ട്, അതേപോലെ എ ഗിവ്സ് സിയും 2 ടൈംസ് വരുന്നുണ്ട്. ബി ഗിവ്സ് സി 1 ടൈം ഉള്ളൂ. അപ്പോൾ ഇതിൽ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക. അങ്ങനെ വരുമ്പോൾ യു വിൽ ഗെറ്റ് ഓൺലി 3 ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. എ ഗിവ്സ് ബി, then B gives C and A gives C. അപ്പോൾ ട്രാൻസിറ്റിവിറ്റി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, A gives C and B gives C will give you A gives C. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്റ്റെപ്പ് 3ൽ 2 ഫങ്ഷൻ ഡിപ്പെൻഡൻസിയായി ചുരുക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ റെഡ്യൂസ്ഡ് സെറ്റ് മിനിമൽ കവർ ഓഫ് ക്യാപിറ്റൽ F. ദിസ് ഈസ് ദ റിസൾട്ട് ഫോർ ദിസ് or minimal cover for this functional F functional dependency. Clear?